നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഉപഹാരം സമ്മാനിച്ച പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. CPM നേതാവെന്ന നിലയിൽ പി ജയരാജന് ജയിലിലായ ക്രിമിനലുകളെ അഭിവാദ്യം ചെയ്യാനെത്താം. എന്നാൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന ഔദ്യോഗിക ചുമതല വഹിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് ഒരിക്കലും നീതീകരിക്കാനാവില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിയ്യൂരിൽ നിന്നും കാക്കനാട് നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. കണ്ണൂർ ജയിൽ CPM തടവുകാർക്ക് ലഭിക്കുന്നത് VIP പരിഗണനയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും CPM തടവുകാർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ജയിൽ അധികാരികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പി ജയരാജൻ പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് എന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണം. കാരണം പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് അവർക്ക് ഉപഹാരം സമർപ്പിച്ചത് തീർത്തും തെറ്റായ നടപടിയാണ്. CPM നേതാവെന്ന നിലയിൽ ജയരാജന് ജയിലിൽ പോയി പ്രതികളെ സന്ദർശിക്കാം. പക്ഷേ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഒരു കാരണവശാലും അത്തരമൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും. കാരണം ജയിലിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ VIP പരിഗണനയാണ് CPMന്റെ ക്രിമിനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച ക്രിമിനലുകൾക്കടക്കം VIP പരിഗണന നൽകാനുള്ള ഈ ജയിൽ മാറ്റം നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. ജയിൽ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടേണ്ടെന്ന പി ജയരാജന്റെ പ്രതികരണം കൊലയാളികളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. ഇതിൽ ഉപദേശക സമിതി അംഗമെന്ന സ്ഥാനം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന പി ജയരാജനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കോടതിയോടും നീതിന്യായ സംവിധാനത്തോടുമുള്ള അവഹേളനമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.